ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഈ പെട്രോളിംഗ് നടത്തുന്ന ടൈമിലാണ് രാത്രി ഒരു ഡെഡ് ബോഡി കിട്ടുന്നത്. ഈ ഡെഡ് ബോഡി ദക്സൻ ഒരു റെഡ് സർട്ടിഫിക്കറ്റ് ഒരാളായിട്ട് ചൂത് കളിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആളുടെ ഡെഡ് ബോഡി ആയിരിക്കും. പിന്നീട് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഇവരെല്ലാവരും എക്സസൈസ് ചെയ്യുന്നതും ഇവരുടെ ഓരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ 4 ടീമുകളാണെങ്കിൽ അവർ ഫുഡ് ഇരുന്ന് കഴിക്കുന്ന ടൈമിൽ ദക്സൻ ആണെങ്കിൽ ഫുഡ് ഇങ്ങനെ പതുക്കെ പതുക്കെയല്ല പെട്ടെന്ന് ഒറ്റയടിക്ക് കഴിക്കണം എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് ആ പാത്രത്തിലുള്ളത് അകത്താക്കുന്ന ദക്സൻ ആണെങ്കിൽ കണ്ടോ, ആണുങ്ങളെ പോലെ ആവണം എന്നൊക്കെ പറയുന്നത് ബെസ്റ്റ് ആളാ പറയുന്നത്. ഇത് കണ്ട് മിൻഹ്യൂക്ക് ഇവളെ ഒന്നിങ്ങനെ തുറച്ചു നോക്കുന്നൊക്കെ ഉണ്ട്. ഇവനും കൊസോയും ഇതുപോലെ കഴിക്കാൻ നോക്കുമ്പോൾ ഇവർക്ക് പറ്റുന്നില്ല, അത്രയ്ക്കും ചൂടായിരിക്കും അത്. ജുൻഹയാണെങ്കിലോ ദക്സോന്റെ കൈ പൊന്തിച്ച് സൂപ്പർ മാൻ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഈ ടൈമിൽ ആ ബാഡ് ബോയും ഫ്രണ്ട്സും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ റൂം കണ്ടില്ലേ, എന്തോ ഒരു നല്ല റൂം, അതുപോലെ ഇവിടുത്തെ ഫുഡ്, ബാത്റൂം, ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ ട്രെയിനിങ്ങിന് വന്നതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നതും, ഓ നമുക്ക് ഈ സ്റ്റാറ്റസ് ഒക്കെ അനുസരിച്ച് ഈ ഒരു സൗകര്യം കിട്ടിയതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതൊന്നും ശരിക്കും കിട്ടാൻ യോഗ്യതയില്ലാത്തവർ പലരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടില്ലേ, 27, 28, 29, 13 എന്ന് പറഞ്ഞ് 4 പേരുടെയും നമ്പർ വിളിച്ചു പറയുന്ന ഇവനാണെങ്കിൽ ഇവരൊക്കെ ശരിക്കും യൂസ്ലെസ് ആണെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ജുൻഹയാണെങ്കിൽ ഞങ്ങൾ താഴ്ന്ന ഫാമിലിയിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഈ നമ്പർ കിട്ടിയെന്നാണോ താൻ വിചാരിച്ചെന്ന് ചോദിക്കുമ്പോൾ സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ടൈമിൽ മിൻഹ്യൂക്കിന് ചിരിയാണ് വരുന്നത്. കാരണം ആ രാജ്യത്തെ രാജകുമാരനോടാണ് ഇതൊക്കെ പറയുന്നത്. ഇവനാണെങ്കിൽ മെയിനായിട്ട് ഖൊസോനെയാണ് കളിയാക്കാൻ നോക്കുന്നത്. ഈ റെഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കൊക്കെ കിട്ടിയെന്ന് വിചാരിച്ച് എന്തോ ഉദ്ദേശം, അതിനൊക്കെ വാല്യൂ വ്യത്യാസമുണ്ട്, അതിന് ശരിക്കും സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ഇവനാണെങ്കിൽ കണ്ടില്ലേ, ഞങ്ങൾ ഭയങ്കര വലിയ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, നിങ്ങളെപ്പോലെ ലോ ക്ലാസ് അല്ല എന്നൊക്കെ പറയുന്നതും ഇത് കേട്ടിട്ട് അത്രയും നേരം മിണ്ടാതിരുന്ന ദക്സൻ ചൂടാകുന്നുണ്ട്. അല്ല, നാണോ ഇല്ല ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിക്കാൻ, അന്തസ് വേണം, ആണുങ്ങളെ പോലെയൊക്കെ പെരുമാറുന്ന അവിടെ പറയുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന മറ്റൊരു ബോയ് ആണെങ്കിൽ 3 ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മെയിൻ സാറുമാർ എത്തുന്നുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. അതായത് ഇവിടെ 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടുത്തെ കാര്യമാണ് പറയുന്നത്. ഈ ടൈമിൽ മിൻഹ്യൂക്കിന് എന്തോ ഒരു കുരുട്ടുബുദ്ധി തോന്നുന്നുണ്ട്. അങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റിലെ 2 സാറുമാർ നടന്നു വരുന്ന ടൈമിൽ ഒരു സാറാണെങ്കിൽ അതെ ഇപ്പോൾ വന്നിരിക്കുന്ന കുട്ടികളിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടിയുണ്ടെന്ന് പറയുന്നതും അതാരാന്ന് ചോദിക്കുന്ന ഈ സാറിനോട് മറ്റേ സാറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതായത് ഈ രാജ്യത്തിന്റെ രാജകുമാരൻ തന്നെയെന്ന്. അപ്പൊ ഇയാളാണെങ്കിലും താൻ മിണ്ടാതിരിക്കെ, ഇങ്ങനെ പറഞ്ഞൊന്നും നടക്കേണ്ട എന്ന് പറയുന്നതും ഇവർ 2 പേരും കൂടിയിട്ട് ഫുഡ് ഡിപ്പാർട്ട്മെന്റിലെ സാറിനെ വിളിക്കാൻ പോകുമ്പോൾ ആളെന്തോ ഒരു പരീക്ഷണത്തിലായിരിക്കും. അവിടെ എന്തൊക്കെയോ ചെറിയ ചെറിയ സ്ഫോടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എടോ അവർ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക പിള്ളേര്, താൻ ഇങ്ങോട്ട് വന്നീന്ന് പറഞ്ഞ് ഈ അന്തക്കേടിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അന്തക്കേടെന്ന് പറയാൻ കാരണം കുറച്ച് പിരിവെട്ടിയ പോലെയൊക്കെയാണ് ആള് പെരുമാറുന്നത്. പിന്നീട് മെന്റർ ഈ 3 പേരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ആള്, അതായത് അന്തക്കേടിന് ഫുഡ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡാണെന്നൊക്കെ പറയുന്നതും ആളാണെങ്കിൽ നിങ്ങൾ ഗോൾഡൻ ഐസ് കഴിച്ചിട്ടില്ലേ, അത് ഞാൻ കണ്ടുപിടിച്ചതാണ്, ഇനിയും ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ വരാനുണ്ട്, എന്തായാലും ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഭവിക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നതും പിന്നീട് മാനേജ്മെന്റ് സാറിനെയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആള് പറയുന്നുണ്ട് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്, ഫിറ്റ്നസ് വേണമെന്നൊക്കെ. അപ്പോൾ ആ ടൈമിൽ മുന്നിലുള്ള 2 ആളുകൾ വലിയ കാര്യത്തിൽ ഫിറ്റ്നസ് ഉണ്ടെന്നൊക്കെ തെളിയിക്കാൻ ആ കുഞ്ഞ് ഡെസ്ക് ഒക്കെ എടുത്ത് പൊന്തിക്കുന്നതും അയ്യോ അത്രയ്ക്കൊന്നും വേണ്ടെന്ന് സാറ് പറയുന്നുണ്ട്. അപ്പോൾ ജുൻഹയാണെങ്കിൽ ദക്സോന്റെ കൈ പൊന്തിച്ച് ദേ ഇവിടെ ഒരു സൂപ്പർമാൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് അടങ്ങിയിരിക്കുന്നു പറഞ്ഞ് ദക്സോൻ ഇവനോട് ചൂടാകുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആളാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കേണ്ടവരാണ്, അപ്പോൾ ഫേസ് ഒക്കെ അത്രയും നന്നായിരിക്കണം, ഇവർ നന്നായി വെൽക്കം ചെയ്യണം എന്നൊക്കെ പറയുന്ന ടൈമിൽ ആ ബാഡ് ബോയ് ആണെങ്കിൽ വലിയ കാര്യമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആളെ മൈൻഡ് ചെയ്യാതെ തൊട്ട് ബാക്കിലുള്ള നമ്മുടെ മിൻഹ്യൂക്കിനെയാണ് മൈൻഡ് ചെയ്യുന്നത്. അതായത് ഇയാൾക്കറിയാം രാജകുമാരനാണെന്ന്. കണ്ണൊക്കെ ഇറക്കുമ്പോൾ മിൻഹ്യൂക്ക് ഇതാരോടാന്നുള്ള രീതിയിൽ ബാക്കോട്ട് നോക്കുന്നുണ്ട്. ഇതാണെങ്കിൽ ആ ബാഡ് ബോയ് ശ്രദ്ധിക്കുന്നുണ്ട്. ദക്സോൻ ആണെങ്കിൽ അല്ല സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് യങ് ഹാളിലാണോ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ ഇത്രയ്ക്കും ഇൻട്രസ്റ്റ് എന്ന് ഇയാൾ ദക്സോനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതായത് ഇവളുടെ ഇൻട്രസ്റ്റ് ആ കീപ്പർ ലേഡി അവിടെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ്. ഇതേ ടൈമിൽ ആ മരിച്ച ആളുടെ അമ്മ വന്നിട്ട് ആകെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കരയുന്ന ഇവരാണെങ്കിൽ എൻ്റെ മകൻ്റെ കയ്യിൽ ഈ ഒരു റെഡ് സർട്ടിഫിക്കറ്റ് സംരക്ഷിക്കാൻ കൊടുത്തിരുന്നു, അപ്പോൾ അത് കാണാനില്ല, അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ മകനെ കൊന്നത്, ആളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നതും തൊട്ടടുത്ത് തന്നെ ഇയാളെ കുത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു വാളും കിട്ടുന്നുണ്ട്. ഈ കാര്യം അപ്പോഴേക്കും സ്പ്രെഡ് ആയിട്ടുണ്ടായിരിക്കും. കീപ്പർ ലേഡി ആണെങ്കിൽ ലോഡിനെ കാണുന്നതും പോലീസ് ബ്യൂറോയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ റെഡ് സർട്ടിഫിക്കറ്റ് അതാകെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് ഒരു കൊല തന്നെ ചെയ്തു, ആളെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലോഡ് അങ്ങ് ചിരിക്കുകയാണ്. അതായത് ഓൾറെഡി റെഡ് സർട്ടിഫിക്കറ്റിനെ പറ്റി നാട്ടിലൊക്കെ നല്ല സംസാരമുണ്ട്, ഈ ഒരു സംസാരം കൂടി ആകുമ്പോൾ അതിന്റെ ഹൈപ്പ് അങ്ങ് കൂടും, അതങ്ങനെ തന്നെ പോകട്ടെ എന്ന് പറയുന്ന ലോഡാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആളെ കണ്ടുപിടിച്ച് പോലീസിന് കൈമാറാനും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കീപ്പർ ലേഡി ആണെങ്കിൽ അതായത് വാർ മിനിസ്റ്റർ നേരത്തെ മീറ്റിങ്ങിന് വന്നിരുന്നല്ലോ, ആളുടെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നോക്കി ചെയ്യാമെന്ന് ഇയാൾ അവിടെ പറയുന്നുണ്ട്. ഈ വാർ മിനിസ്റ്റർ ആണെങ്കിലും വീട്ടിലെത്തുമ്പോൾ ആളുടെ വൈഫും അതുപോലെ മകളും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. ഈ വൈഫ് എന്ന് പറയുന്നത് നേരത്തെ ഗോൾഡൻ ഐസ് കഴിക്കാൻ വന്ന ആ ഒരു ഹയർ ഫാമിലിയിൽ പെട്ടതായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരിക്കും. മോൻ എപ്പോഴാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് ഇയാൾ നല്ല സന്തോഷിക്കുന്നതും നമ്മുടെ രാജ്യത്തെ ഭാവി രാജകുമാരനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര രാജകുമാരന്മാരുണ്ടെന്ന്
ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആകും. മകളാണെങ്കിൽ റെസ്പെക്റ്റോട് കൂടി തലയൊക്കെ കുനിക്കുന്ന ടൈമിൽ നീ രാജ്യത്ത് രാജകുമാരിയല്ലേ, അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഞാൻ നിന്റെ താഴെയല്ലേ പൊസിഷൻ വരുന്നതെന്നൊക്കെ പറയുന്ന ഹസ്ബൻഡിനോട് വൈഫ് പറയുന്നുണ്ട്. കുറേ കാലമായി ആ ഒരു സിംഹാസനം ഒഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് എല്ലാ മിനിസ്റ്റേഴ്സും കൂടിയിട്ട് ഒരു ലെറ്ററൊക്കെ വെക്കുകയാണെങ്കിൽ സാധിക്കില്ലേ, ഈ കൊച്ചിനെ അങ്ങ് ആക്കിക്കൂടി, മരിക്കുന്നതിന് മുന്നേ ഇത് കാണാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നതും സമയമാവട്ടെ പതുക്കെ ചെയ്യാന്നൊക്കെയാണ് കേട്ടോ ഹസ്ബൻഡ് അവിടെ പറയുന്നത്. അതായത് സിംഹാസനം ഒഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ മിനിഹ്യൂക്കിൻ്റെ അച്ഛൻ ഇരിക്കുന്നത് അത്ര സേഫ് ആയിട്ടൊന്നും അല്ല. അത് നേരത്തെ മകനോട് സൂചിപ്പിച്ചിരുന്നു. ഓരോ ടീമുകാർക്കും അവർക്ക് ഇഷ്ടമുള്ള ആളുകളെന്നെ ആ സിംഹാസനത്തിൽ ഇരുത്തണം എന്നാണ് താല്പര്യം. മെന്റർ ആണെങ്കിൽ പിന്നീട് ഇവർക്ക് ഇങ്ങനെ കുനിയാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ റെസ്പെക്ട് കാണിക്കുക എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ കുനിഞ്ഞു കൊടുക്കുന്നത്. അതും സാധാരണ പോലെയല്ല, കുറച്ച് നന്നായിട്ട് തന്നെ കുനിയണം. അപ്പൊ ദെക്സോൻ ആണെങ്കിൽ കഷ്ടപ്പെട്ട് കുനിയുന്ന ടൈമിൽ മിനിഹ്യൂക്ക് വലിയ കാര്യമായിട്ട് കുനിയുന്നില്ല. ഇത് കാണുന്ന ദെക്സോൻ ആണെങ്കിൽ അല്ല എന്തേ ഇത്രേ കുനിയാൻ പറ്റത്തുള്ളൂ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവനും ജുൻഹോക്കൊക്കെ അങ്ങനെ കുനിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ജുൻഹോ കുറെ കഴിഞ്ഞ് അയ്യോ എനിക്ക് വയ്യെന്ന് പറഞ്ഞ് ഭത്തോം എന്ന് പറഞ്ഞ് അവിടെ വീഴുന്നുണ്ട്. പിന്നീട് നേരത്തെ ഇവർക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞ് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിരുന്നു. അതായത് ഈ ഹിൻചാങ്ങിന്റെ ഹിസ്റ്ററി ഒക്കെ ആയിരിക്കും. അത് ഇവരിത് പഠിക്കുന്ന ടൈമിൽ മിൻഹ്യൂക്ക് ദെക്സോൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവളിങ്ങനെ എഴുതുന്നത് കാണുന്ന ജുൻഹോയാണെങ്കിൽ ആഹാ കൈയക്ഷരം കൊള്ളാലോ, ഞാൻ പറഞ്ഞില്ലേ ഈ കൈയക്ഷരം പോലെ തന്നെയാണ് തൻ്റെ കൈയും, വളരെ സോഫ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ഇവളൊന്ന് പന്തികേടാണല്ലോ എന്ന് ചിന്തിക്കുന്നതും ഉടനെ തന്നെ എഴുതിയ പേപ്പർ കീറി വായലിടുന്ന ദെക്സോൻ ആണെങ്കിൽ ഞാൻ ഇങ്ങനെയാ പഠിക്കാറുള്ളത്, ഒരു ട്രൂ മാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നതും ഇവനിത് എന്തുവാ കാണിക്കുന്നതെന്നുള്ള എക്സ്പ്രഷൻ ആയിരിക്കും മറ്റുള്ളവർക്ക്. ആ ടൈമിലാണ് കറക്റ്റ് ആ ബാഡ് ബോയ് അങ്ങോട്ട് വരുന്നതും വീണ്ടും കൊസോക്കി ഇട്ടിട്ടാണ് കേട്ടോ ഉന്നം വെക്കുന്നത്. അതായത് നീ ഏത് ഫാമിലി ഉള്ളതാന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇവൻ ആ ഫാമിലിയുടെ പേരൊക്കെ പറയുന്നുണ്ട്. അത് ഇത്തിരി താഴ്ന്ന ഫാമിലി തന്നെ ആയിരിക്കും. ചുമ്മാതെല്ലാം നിനക്ക് ഈ നമ്പർ കിട്ടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫാമിലിയിൽ പെട്ടതാണെന്ന് പറയുമ്പോൾ വെറുതെ വിഡിത്തം പറയല്ലേ എന്ന് ജുൻഹോ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കൂടെയുള്ള ആളുകളാണെങ്കിൽ ആ ഫാമിലിയിൽ ജനിച്ചതേ നിന്റെ കുറ്റാന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കൊസോയ്ക്ക് ശരിക്കും ദേഷ്യം സങ്കടമൊക്കെ വരുന്നുണ്ട്. എൻ്റെ കുറ്റാണെന്നോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത്. ജുൻഹയാണെങ്കിലും ഓഹോ അങ്ങനെയാണെങ്കിൽ ഈ തെറ്റുണ്ടാവാതിരിക്കാൻ ഏത് ഫാമിലിയിൽ ജനിക്കണമെന്ന് ചോദിക്കുന്ന ഇവനോട് അതൊന്നും അറിയത്തില്ല, പക്ഷെ എന്തായാലും നിങ്ങൾ 4 പേരുള്ള ഫാമിലിയിൽ ജനിക്കരുതെന്ന് പറഞ്ഞ് ഇവരങ്ങ് കളിയാക്കുന്ന ടൈമിൽ എല്ലാവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. വീണ്ടും ദെക്സോൻ ആണെങ്കിൽ ചൂടാകുന്നതും ഒരു ട്രൂ മാനെ പോലെ പെരുമാറുക എന്നൊക്കെ പറയുന്ന ടൈമിൽ മിനിഹ്യൂക്ക് ആണെങ്കിൽ ഇടയിൽ കയറുന്നുണ്ട്. അതായത് എന്നാൽ ശരി നിങ്ങൾ ഇത്രയ്ക്കും ഡയലോഗ് അടിച്ചതിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മത്സരം അങ്ങ് വെച്ചാലോ, എന്നിട്ട് ആരാ ജയിക്കുക നോക്കാന്ന് പറയുന്നതും കൊസു ആണെങ്കിൽ എനിക്ക് വേണ്ടി അതൊന്നും ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ജുൻഹയാണെങ്കിൽ ആഹാ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ, എനിക്ക് നല്ല താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ദെക്സോനോട് എന്താ ഒന്നും പറയാനില്ലേ, അല്ല ട്രൂ മാൻ ആവേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്നൊക്കെ ദെക്സോൻ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ശരി നമുക്ക് ഡൈസ് കളിക്കാമെന്ന് പറയുന്ന ടൈമിൽ ഇവനൊന്നിങ്ങനെ നോക്കുന്നുണ്ട് മിനിഹ്യൂക്കിനെ. എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് വരാം, അവിടെ വെച്ചിട്ടായിരിക്കാം കളി, തോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റൂം ഞങ്ങളായിട്ട് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും, എന്താ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന ആ ബാഡ് ബോയ് ആണെങ്കിൽ ആഹാ എന്താ രസം കേൾക്കാൻ, തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂം കിട്ടും, ജയിച്ചു കഴിഞ്ഞാലോ ഞങ്ങൾക്ക് ഒന്നുമില്ല, തീരെ താല്പര്യമില്ല എന്ന് പറയുന്ന ഇവനോട് അത് പറഞ്ഞപ്പോഴാ തോറ്റു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അപ്പോൾ തന്നെ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിത്തരാമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ബാഡ് ബോയ്സിൻ്റെ ടീമിലുള്ള എല്ലാവരും ക്ലാപ്പ് അടിക്കുന്നുണ്ട്. അത് കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് പറയുന്ന ടൈമിൽ ഇത് കേട്ട് ദെക്സോൻ്റെ കിളി പോകുന്നുണ്ട്. ഞാനൊന്നും പോവത്തില്ല എന്ന് പറയുമ്പോൾ ജുൻഹയാണെങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ നന്നായി ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്നാണ് അവിടെ പറയുന്നത്. ദെക്സോൻ ആണെങ്കിലോ മിൻഹ്യൂക്കിനോട് ഞാനൊന്നും പോവത്തില്ല എന്ന് പറയുമ്പോൾ ജുൻഹയാണെങ്കിലോ ദെക്സോൻ്റെ കൈ പിടിച്ചിട്ട് എന്താ അങ്ങനെ പറയില്ലേ നമുക്കങ്ങ് കളിക്കാന്നൊക്കെ പറയുന്നതും എന്തിന് എന്ന് ദെക്സോൻ അവിടെ ചോദിക്കുന്നുണ്ട്. മിൻഹ്യൂക്കാണെങ്കിൽ എന്താ നിങ്ങൾക്ക് പേടിയുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തിന്, ഞങ്ങൾക്ക് ഡബിൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ അവിടെ നിന്നും പോകുന്നത്, നമ്മൾ എന്തായാലും ജയിക്കും ഉറപ്പല്ലേ എന്നൊക്കെ മിൻഹ്യൂക്ക് പറയുമ്പോൾ ദെക്സോന്റെ ഫേസിൽ അത്ര ഹാപ്പി ഒന്നും ഉണ്ടായിരിക്കില്ല. എന്ന മിൻഹ്യൂക്ക് ആണെങ്കിൽ മറ്റെന്തോ ഒരു കാര്യമാണ് അവിടെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് ഇവൾ ഈ ഡൈസ് പ്രാക്ടീസ് ചെയ്യാനിരിക്കുന്ന ടൈമിൽ ഈ ഗെയിം എങ്ങനെയാണ് കളിക്കുക എന്നാണ് ഗൊസു ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ജുൻഹയാണെങ്കിൽ ഇതെന്തോ ഉരുട്ടി കളിക്കുന്ന കളി എങ്ങാനും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ദെക്സോനോട് കിളി പോകുന്നുണ്ട്. ചുമ്മാ നിങ്ങൾക്ക് കളിക്കാനൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ ഇല്ലേന്ന് ഇവരുടെ മറുപടി കേട്ട് ഇവൾ ദേഷ്യത്തിൽ മിൻഹ്യൂക്കിനെ നോക്കുന്നുണ്ട്. അല്ല പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, നമ്മൾ വിജയിക്കുമെന്നൊക്കെ ഇവൻ പറയുമ്പോൾ ഇവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇവളാണെങ്കിൽ ആദ്യം ഇതെങ്ങനെയാണ് ഇടുക എന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഡൈസിലും കൂടിയിട്ട് ഏറ്റവും നല്ല വലിയ നമ്പർ വരണം, അങ്ങനെ വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് ടീമിനേക്കാൾ നമ്മൾ വിജയിക്കും. അത് മാത്രമല്ല 2 ഡേയ്സിലും സെയിം ആയിട്ടുള്ള നമ്പറാണ് വരണേ വെച്ചാൽ അപ്പോൾ പിന്നെ ഓപ്പോസിറ്റ് ആൾക്ക് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, നമ്മളാണ് വിന്ന് ചെയ്യുക. 6 പ്രാവശ്യം കളിക്കാം,
അങ്ങനെയാണ് മത്സരം എന്നൊക്കെ പറയുന്ന ഇവളോട്, അല്ല നിനക്ക് നന്നായിട്ട് ഗെയിം അറിയാന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു നമ്പർ തന്നാൽ അത് വീഴ്ത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്താ എന്ന് പറയുന്ന ഇവർ പറയുന്ന അതേ നമ്പർ തന്നെ വീഴ്ത്തുന്നുണ്ട്. ഇവർ ശരിക്കും ഷോക്കാകുന്നുണ്ട്, മിനിഹ്യൂക്ക് ഉൾപ്പെടെ. ഇത് എങ്ങനെ കഴിഞ്ഞത്, ഈ ട്രിക്ക് ആരാ പഠിപ്പിച്ച് തന്നെയെന്ന് പറയുമ്പോൾ ഇവള് ജസ്റ്റ് ഒന്ന് സൈലന്റ് ആകുന്നുണ്ട്. അതിനുശേഷം എന്തോ ഒന്ന് ആലോചിക്കുന്ന ദക്സൻ ആണെങ്കിൽ അത് പിന്നെ ചെറുപ്പത്തിൽ എനിക്കൊരു ആൺകുട്ടി പഠിപ്പിച്ച് തന്നതെന്ന് പറയുന്നുണ്ട്. ആൺകുട്ടി എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് കൊണ്ട് അത് ആൺകുട്ടിയാവാൻ സാധ്യതയില്ല. ശരി, ഇനി ആരാ ട്രൈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും തല്ലുകൂടുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് മിനിഹ്യൂക്ക് വരുന്ന ടൈമിൽ ഇവന്റെ വായിൽ ഒരു സ്നാക്ക് ഉണ്ടായിരിക്കും. ഇതൊക്കെ എടുത്ത് കളയി, കുറച്ച് റെസ്പെക്ട് കാണിക്കണം എന്നൊക്കെ ദക്സൻ അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ കീപ്പർ ലേഡി മാസ്റ്റേഴ്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങോട്ട് വരുന്ന ഈ ഫുഡിന്റെ ആളാണെങ്കിൽ ഇവർ പേടിപ്പിക്കുമ്പോൾ ഇപ്പൊ തന്നെ കൊന്നേനല്ലോ എന്ന് ഇവരവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ലേഡി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ റെഡ് സർട്ടിഫിക്കറ്റിന്റെ പേര് ഒരാൾ മരിച്ചുവെന്നും ആ മരിച്ച ആ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് ആ റെഡ് സർട്ടിഫിക്കറ്റിന്റെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്, മറ്റേ ഭാഗം കാണാനില്ല. അത് നോക്കിയിട്ട് ഇതൊക്കെ നോക്കി വെച്ചിട്ടായിരിക്കണം ഒരു ഫേക്ക് ഉണ്ടാക്കിയതും ആ ഒരു നമ്പറിലായിരിക്കും ഇവിടെ ആ കില്ലർ വന്നിട്ടുണ്ടായിരിക്കുക. അയാളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടായിരിക്കുമെന്ന് ഈ ഫുഡ് ഡിപ്പാർട്ട്മെന്റിലെ ആളോടാണ് ചോദിക്കുന്നത്. കാരണം ഈ റെഡ് സർട്ടിഫിക്കറ്റ് മൊത്തം ഉണ്ടാക്കിയത് ഇയാളായിരിക്കും. ഇതൊന്നും അറിയാത്ത ദക്സൻ ആണെങ്കിൽ ഈ 3 ബോയ്സിന്റെയും കൂടെ ബാഡ് ബോയുടെ റൂമിലേക്ക് വരുന്നതും അങ്ങനെ ഇവർ കളിക്കാനൊക്കെ റെഡി ആകുന്നുണ്ട്. അപ്പോൾ ബെറ്റ് മറന്നിട്ടില്ലല്ലോ, ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഇവിടുന്ന് കെട്ടും ബാണൊക്കെ എടുത്ത് പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ ദക്സൻ ആണെങ്കിൽ അതൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ ഞങ്ങളാ വിജയിക്കുന്നതെങ്കിൽ ഈ റൂമിന്റെ കാര്യം അത് മറക്കേണ്ട. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അതായത് കൊസോവിനോട് സോറി പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കൊസോയ്ക്ക് എന്തോ പോലെ ആകുന്നുണ്ട് കേട്ടോ. ഒരു ഹാപ്പി ഫീലിംഗ് ഇവന് വേണ്ടിയിട്ടാണല്ലോ. ജുൻഹെ ആണെങ്കിലോ നീയാണ് ശരിക്കുള്ള ട്രൂ മാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവര് അധികം സംസാരിക്കൊന്നും വേണ്ട, ടേബിളിന്റെ മുന്നിലിരിക്കുമ്പോൾ കളി സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നതും. കീപ്പർ ലേഡി ആണെങ്കിൽ ഈ ഫേക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഇയാളോട് ചോദിക്കുകയാണ്, ഉണ്ടാക്കിയ ആളോട് തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ എത്ര ശ്രമിച്ചിട്ടും ഏതാ ഫേക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇയാളാണെങ്കിൽ കൂളായിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്, ഇത് ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇതിലേതാ ഫേക്ക് എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയും, ഒന്നില്ലെങ്കിലും എൻ്റെ ബുദ്ധി എന്താണെന്ന് നിങ്ങൾ വിചാരിച്ചെന്ന് പറയുന്ന ഇയാളാണെങ്കിൽ ഞാൻ ഇതിൽ ലിങ്കിന്റെ കൂടെ, അതായത് മഷിയുടെ കൂടെ ഹണി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നതും അത് വെച്ച് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ഈ ഫിറ്റ്നസിന്റെ സാറാണെങ്കിൽ താൻ എന്താ നക്കി നോക്കുമെന്നാണ് തിരിച്ച് ചോദിക്കുന്നത്. ഞാൻ നക്കി നോക്കത്തില്ല, പക്ഷേ വേറെ കുറച്ച് ആളുകൾ നക്കി നോക്കുമെന്ന് പറഞ്ഞ് ഒരു പാത്രത്തിൽ കുറെ ഉറുമ്പിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. അതങ്ങ് ടേബിളിലേക്ക് ഇടുമ്പോൾ ഇവർ ശരിക്കും ഞെട്ടുന്നുണ്ട്. ഇതേ ടൈമിൽ ഇതൊന്നും അറിയാണ്ട് ഇവർ നല്ല ഗെയിമിലായിരിക്കും കേട്ടോ. അപ്പൊ ബാഡ് ബോയുടെ ടീമാണെങ്കിൽ നന്നായിട്ട് തന്നെ ഗെയിം കളിക്കുന്നുണ്ട്. ബാഡ് ബോയ്സ് നന്നായി സ്കോർ ചെയ്യുന്ന ടൈമിൽ മിനിഹ്യൂക്കിന്റെ അടുത്തൊരു അവസരം എത്തുന്നുണ്ട്. ആളിടുന്നത് ഒരു ചെറിയ നമ്പർ ആയിരിക്കും. സാരല്ലേ നമുക്ക് അടുത്തേക്ക് പിടിക്കാന്ന് പറഞ്ഞിട്ട് ബാഡ് ബോയുടെ കയ്യിലാണ് അടുത്ത് ഒഴുത്തുന്നത്. ഈ ടൈമില് നമ്മുടെ മിനിഹ്യൂക്ക് നൈസായിട്ട് കുരുട്ടുബുദ്ധി പുറത്തിറക്കുകയാണ്. അതായത് അല്ല നിങ്ങൾ ആ ഷർട്ടൊന്ന് അഴിച്ച് എന്തോ ഹൈഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതും, എന്ത് ഹൈഡ് ചെയ്യാനെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും മിനിഹ്യൂക്കിനെ നോക്കുന്ന ടൈമിൽ അല്ല എന്തോ ഹൈഡ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ആ ഡ്രസ്സ് അഴിച്ചിട്ട് ഡൈസ് ഇട്ടാൽ മതി എന്ന് പറയുന്നതും. ജുൻഹയാണെങ്കിൽ എന്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ദക്സോൻ ആണെങ്കിൽ അതന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. എന്തായാലും വേണം, സംശയമില്ല എന്നൊക്കെ പറയുന്ന ടൈമിൽ ബാഡ് ബോയ് ആണെങ്കിൽ സംശയം തീർക്കാം, അതിനിപ്പോൾ എന്താന്ന് പറഞ്ഞ് ഇവർ മൊത്തത്തിൽ ഡ്രസ്സ് അഴിക്കുമ്പോൾ എന്നാൽ പിന്നെ നമുക്കും അയക്കാന്ന് പറഞ്ഞിട്ട് ജുൻഹോയും ഇവരെല്ലാവരും അയക്കുന്നുണ്ട്. പക്ഷെ ദക്സോൻ ആണെങ്കിലും ആകെ ദേഷ്യം വന്നിട്ട് ഇവനിങ്ങനെ നോക്കുന്നുണ്ട്. ഇവന്റെ ട്രിക്ക് ഇതായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ബാഡ് ബോയ് വീണ്ടും സ്കോർ ചെയ്യുന്ന ടൈമിൽ ടൈ ആവുകയാണ്. ഇനി ഇവരുടെ ഒരു ഡൈസിന്റെ അനുസരിച്ചിരിക്കും മത്സരം. അപ്പോൾ ദക്സോന്റെ അടുത്താണ് വരുന്നത്. ദക്സോൻ ആണെങ്കിലും കളിക്കാൻ നോക്കുമ്പോൾ അല്ല നീ എന്താ കളിക്കാൻ നോക്കുകയാണോ, ഡ്രസ്സ് അഴിക്കുന്നില്ലേ എന്ന് മിനിഹ്യൂക്ക് ചോദിക്കുന്നതും ആ ടൈമിൽ എല്ലാവരും ഇവളെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. മിനിഹ്യൂക്ക് ആണെങ്കിൽ അത് കൊള്ളാം, എല്ലാവരും അയച്ചില്ലേ, അപ്പൊ പിന്നെ നീ കളിക്കുമ്പോൾ നീയും അഴിക്കേണ്ടെന്ന് പറയുമ്പോൾ പറ്റത്തില്ലെങ്കിൽ വേണ്ട, കളി ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ അങ്ങ് പുറത്ത് പോയേക്കെന്ന് പറയുമ്പോൾ പുറത്തു പോകാനോ അതും കളിക്കാതെ അതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്ന കൊസു ആണെങ്കിൽ നീ എന്താ നോക്കി നിൽക്കുന്ന ഡ്രസ്സ് അങ്ങ് അഴിക്കുന്നു പറയുന്നുണ്ട്. ഇവളുണ്ടോ അഴിക്കുന്നു. ഇവനാണെങ്കിൽ ആ ഒരു കീ എന്താണെന്ന് അറിയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇവളൊരു പെൺകുട്ടിയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. ഇവളാണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കുമ്പോൾ എല്ലാവരും പിടിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോകുന്നുണ്ട്. കാര്യങ്ങൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ടല്ലോ എന്നാണ് ജുൻഹോ അവിടെ പറയുന്നത്. ആള് കുറച്ച് ഫണ്ണി ടൈപ്പാണ്. ഈ ടൈമിലാണ് കറക്റ്റ് 4 ഹെഡും കൂടി അങ്ങോട്ട് എത്തുന്നത്. ഇവർ ചീത്ത പറയുന്ന ടൈമിൽ ഈ കീപ്പർ ലേഡി നോക്കുന്നത് ഇവരുടെ ആ കയ്യിലൊരു നമ്പർ ഉണ്ടായിരിക്കും. അതെന്തായാലും ദക്സോന്റെ നമ്പർ ആയിരിക്കുമല്ലോ, 30 ആയിരിക്കും അത്. അപ്പോൾ ഇവള് നോക്കുന്ന ടൈമിൽ ആരും വസ്ത്രമൊന്നും ഇട്ടിട്ടുണ്ടായിരിക്കില്ല, ഇട്ടിരിക്കുന്നത് ദക്സോൻ ആയിരിക്കും. അതിൽ 30 എന്നുള്ള നമ്പറും കാണുന്നുണ്ട്. അങ്ങനെ ഇവളിങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ഈ ഒരു സീൻ ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും എപ്പിസോഡ് അവസാനിക്കുന്നത് ഇങ്ങനെയല്ല. നേരത്തെ ചോദിച്ചിരുന്നു ഡൈസ് പഠിപ്പിച്ചു തന്നത് ആരാണെന്ന്. ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് അവിടെ കാണിക്കുന്നത്. ചെറുപ്പത്തിൽ ഇവളുടെ അച്ഛൻ ഈ ഗ്ലാസ്സിൽ ഓരോന്ന് ഒളിപ്പിച്ചു വെച്ചിട്ട് ഇങ്ങനെ കളിക്കുമല്ലോ, ആ ഒരു കളി കളിക്കുന്ന ടൈമിൽ ഇവളോട് റിങ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇവള് വേറൊരെണ്ണാണ് ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ അടിയിലും എന്തൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവള് വിഷമിക്കുന്ന ടൈമിൽ അച്ഛനാണെങ്കിൽ അത് കുഴപ്പമില്ല, ശരിക്കുള്ള പ്രൈസ് കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടിയില്ലോ, അപ്പോൾ നമുക്ക് കിട്ടിയതിൽ സന്തോഷിക്കണം എന്നൊക്കെ പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് ഇതേ കീപ്പർ ലേഡി എത്തുന്നതും.
ആളെ കാണുമ്പോൾ നമ്മുടെ ദക്സന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. യഥാർത്ഥ പ്രൈസ് കിട്ടുമ്പോഴല്ലേ ആ ഒരു മത്സരം വിജയിക്കുക എന്ന് പറയുന്ന ആളാണെങ്കിൽ നിനക്ക് അച്ഛനായിട്ട് കളിച്ചിട്ട് ജയിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ ഇനിയും ട്രൈ ചെയ്യുന്നൊക്കെ പറയുന്ന ടൈമിൽ ഈ കീപ്പർ ലേഡി ആണെങ്കിൽ അച്ഛനെ പോലെ തന്നെ നല്ല വാശിക്കാരിയാണല്ലോ എന്ന് പറയുന്നതും, അച്ഛൻ്റെ കൂടെ കളിച്ച് ജയിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്താൽ മതി, ഈ ഗെയിം അങ്ങ് മാറ്റി പിടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇതേ കീപ്പർ ലേഡിയാണ് ഇവൾക്ക് ഈ ഒരു ഗെയിം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് ഇവളും ഇവളുടെ അച്ഛനൊക്കെ വളരെ ക്ലോസ് ആയിരുന്നു ഈ ലേഡിയോട്. ആ ഒരു ലേഡിയാണ് തൻ്റെ അച്ഛനെ കൊന്നത്. ദക്സൻ ആണെങ്കിൽ അയാളെ കൊന്നിട്ടില്ല, പക്ഷെ കില്ലർ എന്ന് പറഞ്ഞിട്ട് ഇനി പുറത്താക്കൂ. അതുപോലെ ഈ കീപ്പർ ലേഡി എന്തിനായിരിക്കും അച്ഛനെ കൊന്നത്? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സസ്പെൻസ് ആക്കിയിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.